ശുഭനാർ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ കോല ഇരിക്കുന്നുണ്ടല്ലേ? ഞാൻ കുളിക്കാനായിട്ട് പോവുക. കുറച്ച് ഹെന്നായൊക്കെ തലയിൽ തേച്ചു. കുറേ നേരമായി കേട്ടോ, മോള് പോകുന്നതിന് മുമ്പ് ഞാനിത് തേച്ചായപ്പോൾ ഞാൻ കുളിക്കാൻ കയറാൻ പോയപ്പം ഓയിൽ മുഖത്ത് തേക്കാനായിട്ട് തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ ഒത്തിരി പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം വീഡിയോയുടെ ലിങ്ക് ഇട്ടത് ശുഭ എവിടെയാണ് ഓയിലിൻ്റെ കിടക്കുന്നത്, ഈ ഇപ്പോഴത്തെ പുതിയ വീഡിയോയിലൊക്കെ താഴെ കമൻറ്റ് കണ്ടിട്ടാണ് കരിമംഗല്യ ഓയിൽ എനിക്ക് വേണം എന്നെന്ന് പറയുന്നത്. പക്ഷേ ഇത് എവിടെയാണ് ഞാനിങ്ങനെ കുറേ പേർക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ വീഡിയോ ഇടുവാണെങ്കിൽ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു പ്രയോജനം ആകട്ടെ എന്ന് വിചാരിച്ചാൽ കേട്ടോ. കാണാത്തവർ പൊക്കോ, അറിയാവുന്നവരും എല്ലാം പൊക്കോ. പുതിയ സബ്സ്ക്രൈബേഴ്സും പുതുതായിട്ട് ചോദിച്ചവർക്കും വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഓയിലിൻ്റെ ഇത് കാണിക്കുന്നത് കേട്ടോ. ഈ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഈ ഓയിൽ എപ്പോഴാണ് എല്ലാവരും കരിമംഗല്യ ഓയിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് തന്നെ വലിയൊരു സന്തോഷം എനിക്ക്. കാരണം എന്താണെന്നറിയാം, എൻ്റെ ഓയിലിൻ്റെ പേര് കരിമംഗല്യ ഓയിൽ എന്നല്ലായിരുന്നു. കറുപ്പ് പോകാനും ഡ്രൈനസ് മാറാനും കൈയൊക്കെ സോഫ്റ്റ് ആകാനും കയ്യിലൊക്കെ ഇങ്ങനെ പാമ്പിൻ്റെ പോലെ ചെതുമ്പിന് പോലെ ഇരുന്ന് എത്രയോ പേരുടെ കൈയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് എനിക്ക് മുമ്പ് തന്നെ എൻ്റെ പാർലറിൽ വരുന്നവരെ തന്നെ ഞാൻ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ കൈയും അങ്ങനെയെല്ലാം എനിക്കറിയാൻ പറ്റും. ഞാൻ എപ്പോഴും എണ്ണ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന സമയത്താണ് ഇപ്പം കരിമംഗല്യ ഓയിൽ ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്നത്. 2 കുപ്പിയും 1 കുപ്പിയൊക്കെ തേച്ചവർ പിന്നെ ചോദിക്കുന്നത്, ശുഭ എനിക്ക് കരിമംഗല്യ ഓയിൽ വേണം കേട്ടോ എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടോന്ന് അറിയത്തില്ല, ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ, 100% കരിമംഗല്യം മാറി എന്നും പറഞ്ഞുകൊണ്ട് അവർ 3 കുപ്പി അങ്ങാണ്ട് തേച്ചെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വാട്സപ്പിലും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് അതിനോട് ഇതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ആർക്കും ഒരു സംശയം വേണ്ട, എൻ്റെ അടുത്ത് ചോദിക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ ക്യാഷ് ഇട്ടിട്ട് അഡ്രസ്സോ ഫോൺ നമ്പരോ പിൻകോഡ് തന്നാൽ മതി. അപ്പോൾ എല്ലാവരും എനിക്ക് വാട്സപ്പിലാണെങ്കിലും ഇങ്ങനെ വന്നിട്ട് ശുഭ കരിമംഗല്യ ഓയിലുണ്ടോ, അതെങ്ങനെയാണ് ഞങ്ങളുടെ കയ്യിൽ എത്തുന്നത്, കൊറിയർ വഴിയാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കുന്നത്, ഇങ്ങനെയൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ്. ഇപ്പം ഒരു കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, ശുഭ ഞാൻ എത്ര ദിവസമായി വാട്സപ്പിൽ ഇങ്ങനെ ഇട്ടത്, ശുഭ അത് തുറന്നു പോലും നോക്കിയിട്ടില്ല എന്ന്. പക്ഷേ എനിക്ക് പറ്റുന്നില്ല, ഞാൻ മേൽവശമൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ അഡ്രസ്സ് എഴുതാനിരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ആരുടെയെങ്കിലും മിസ്സായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മാസം നമ്മളൊരു ചെറിയ ഒരു 50 രൂപയുടെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഓഫറിൻ്റെ സമയത്ത് ഒരുപാട് ഓയിലിൻ്റെ ബുക്കിംഗ് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ആരുടെയെങ്കിലും പിന്നെ ഒരു പേര് തന്നെ കുറേ ഇതിൽ വരുന്നുണ്ട്, ഇനിഷ്യൽ മാറിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു ചെറിയ തെറ്റ് പറ്റും എന്നും വെച്ചുകൊണ്ട് ഇങ്ങോട്ടൊന്ന് ആക്രോശിക്കാൻ ചിലരൊക്കെ വന്നു കേട്ടോ. ഇത് തട്ടിപ്പാണോ, ഇത് എന്നതാണ് എന്നൊക്കെ അവരോട് ആരോ പറഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് അഭ്യാസം ഇറക്കുക. അവർ കേട്ടത് അവരുടെ ചെവി വെച്ചാൽ പോരെ. അയ്യോ ഇത് ഇത്രയും ദിവസമായിട്ടും കിട്ടിയില്ല, ഇതിനെക്കാട്ടിലും കൂടുതൽ ദിവസം കിട്ടാത്തവരെന്നെ മനസ്സിലാക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എനിക്കത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛവാ തോന്നി അവരുടെ അടുത്ത് കേട്ടോ. ഞാൻ ആ ഓയിൽ അവരുടെ അങ്ങ് വരെ ചെന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അത് തിരിച്ചെടുത്തിട്ട് അവരുടെ ക്യാഷ് ഇട്ട് കൊടുക്കാനായിട്ടായിരുന്നു. സത്യം ഞാൻ പറയും, അതുപോലെ അവരെന്നെ അങ്ങ് തീരെ ഇതാക്കുന്ന രീതിയിൽ അവരെന്നോട് സംസാരിച്ചു. ആരാന്നോ എന്താണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ടും അത് വിഷമമായിപ്പോയി. കാരണം എന്നാന്ന് വെച്ചാൽ ഇത് എന്താണ് ഇത്രയും ദിവസമായിട്ട് അവരോട് ആരൊക്കെയോ അവരുടെ ഓഫീസിലിരിക്കുന്ന എല്ലാവരും അവരോട് ചോദിച്ചെന്ന്, അയ്യോ ഇതെന്നാ കിട്ടാത്ത, ഇത് തട്ടിപ്പാണ്. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഓയിൽ വാങ്ങിച്ചിട്ട് എല്ലാവരും ഇതിനൊന്ന് കമൻ്റ് ഇടുക. കാരണം ആർക്കാണ് ഇത് ഓയിൽ ഞാൻ അയച്ചിട്ട് കിട്ടാത്തത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഓയിലിൻ്റെ കൂടുതൽ ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ അതിന് എന്നാ പറയുന്നത്, ചിലപ്പോൾ ചില സമയങ്ങളിൽ ചിലത് മിസ്സായിപ്പോവും. അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ എല്ലാം ഓരോ അഡ്രസ്സ് എഴുതുമ്പോഴും ഞാൻ സൂക്ഷിച്ചാണ് എഴുതുന്നത്. ഒരാളെ കൊണ്ട് ഞാൻ അഡ്രസ്സ് എഴുതിക്കില്ല. കാരണം എന്താണെന്നറിയോ, ഒരക്കം മാറിപ്പോകരുത്, അവരുടെ അഡ്രസ്സ് മാറിപ്പോകരുത്. ആ ഒരു രീതിയിലാണ് ഓരോന്നും ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ രാത്രി 12:30 വരെ ചില സമയം ഇരുന്നുകൊണ്ട് ഇങ്ങനെ എഴുതാറുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ തരുന്ന ക്യാഷിൻ്റെ മൂല്യം മനസ്സിലാക്കി തന്നെയാണ് ഞാനത് ഓരോ കാര്യം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ കേട്ടാൽ ആർക്കാണെങ്കിലും അതിൻ്റെ ദേഷ്യം വരുമോ? ഇതിനു മുന്നേ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഓയിൽ കൊടുക്കുന്നവരും ഇങ്ങനെ ഹെയർ ഓയിൽ കൊടുക്കുന്നവരും ഒക്കെ എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ ഇങ്ങോട്ട് ദേഷ്യപ്പെടുക. പിന്നെ അപ്പോൾ ശുഭ എന്തൊരു രീതിയിലാണ് സംസാരിക്കുന്നതും എന്തൊരു രീതിയിലാണ് പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുപോലുള്ള വിഷങ്ങൾ കാണും. ഇതുപോലുള്ള വിഷങ്ങൾ ഉള്ളപ്പോഴാണ് ആരാണേലും പൊട്ടിത്തെറിച്ച് പോകുന്നത്. സത്യം ഞാൻ പറയുക, എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം പോലെ തോന്നി. കാരണം അവർക്ക് കിട്ടാൻ താമസിച്ചപ്പം അത് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത്. അപ്പം അവരുടെ പേരിൽ വേറെ പല ഇനിഷ്യലുള്ള ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേറൊരാൾക്ക് മാറിപ്പോയി അയച്ചത്. അത് റിട്ടേൺ വന്നു. ആ റിട്ടേൺ വന്നത്
സഹിതം അവരെ വാട്സപ്പ് ഞാൻ കാണിച്ചു. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു സംഭവം വന്നു, അപ്പോൾ ഇനി ഒരു 2-3 ദിവസം കൂടെ എനിക്ക് സമയം തരണം, ഇത് അങ്ങ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു. ആ 2-3 ദിവസം ഒന്ന് താമസപ്പം, സൺഡേ വന്നു, ഇടയ്ക്ക് അവധിയൊക്കെ നമുക്ക് വന്നില്ലേ, അപ്പോൾ അത് താമസപ്പോൾ അവരോട് ആരാണ്ട് കൂട്ടുകാരികൾ പറഞ്ഞു, അയ്യോ ഇത് തട്ടിപ്പാ, അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്ന്. തട്ടിപ്പാണ്, ഇവർ 3 ഓയിലെങ്ങാണ്ട് മുന്നേ മേടിച്ചാന്ന് ഓർക്കണം. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഓയിൽ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അഡ്രസ്സിൽ ഓയിൽ കണ്ടാൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ അയക്കത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ അത്ര ഇതായിട്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്ത് ഞാൻ ഈ ഓയിലിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്ക് 100% ഉറപ്പുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ കരിമംഗല്യം മാറും, കറുപ്പ് മാറുമെന്ന് 100% ഉള്ള കാര്യങ്ങളാണ് ആയുർവേദിക് പ്രോഡക്റ്റ്സ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് നന്നായിട്ട് അറിയാം, എനിക്ക് അങ്ങനെ മാറും. അപ്പം നിങ്ങൾ തന്നെയാണ് കരിമംഗല്യം മാറി ഇപ്പോൾ ഈ ഓയിലിന് കരിമംഗല്യ ഓയിൽ, ശുഭാസ് ബ്രൈറ്റനിങ് ഓയിൽ മാറിയിട്ട് എല്ലാവരും ചോദിക്കുന്നത് കരിമംഗല്യ ഓയിലുണ്ടോ. നിങ്ങളാണ് എൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് ഓയിൽ ഞാൻ കൊടുക്കണോ വേണ്ടയോ, നിങ്ങൾ തന്നെ പറ. ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇനി ഓയിൽ തരത്തില്ല, എന്നെ അങ്ങനെ പറഞ്ഞത് കൊണ്ട്. അങ്ങനെ നിങ്ങൾ, അയ്യോ ശുഭ, ഞാൻ ശുഭ സത്യസന്ധമായിട്ട് ചെയ്യുന്നതും അതെല്ലാമാണ്, പക്ഷേ എന്നോട് കൂട്ടുകാരികൾ പറഞ്ഞതാ. ആ കൂട്ടുകാരികൾ പറഞ്ഞാൽ അവരുടെ ചെവിക്കത്ത് വെച്ചാൽ പോരായിരുന്നു, എൻ്റെ അടുത്തത് പറയണമായിരുന്നു. അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ, എൻ്റെ അടുത്തത് അവർക്ക് പറയണമായിരുന്നു അവർക്ക്. പക്ഷേ ഞാൻ ട്രാക്കിംഗ് ID ഇന്ന് നോക്കിയപ്പോൾ അങ്ങ് ചെല്ലാറായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ പോട്ടെ. പിന്നെ എൻ്റെ അടുത്ത് വന്നു വെച്ചാൽ, അയ്യോ എനിക്ക് ഓയിൽ വേണം, അതായത് അങ്ങനെ 100 കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് മൈൻഡ് ചെയ്തില്ല, ഞാൻ അതിന് റിപ്ലൈ കൊടുത്തുമില്ല. കാരണം ഇടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അത്രയും സമയമെടുത്തും അത്രയും ഇതായിട്ട് നമ്മൾ ഈ ഓയിലിനെ അത്ര പരിശുദ്ധമായിട്ട് അത്ര ഇതായിട്ട് ഞാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിച്ച് ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചോണം, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. ഇത് ഞാൻ വീഡിയോയിൽ പറയണോ വേണ്ടയോ ഒത്തിരി ഞാൻ ആലോചിച്ചു. എനിക്ക് രാത്രി കിടന്നിട്ട് പോലും എനിക്ക് ഇതായില്ല. കാരണം നിങ്ങളുടെ ആ പൈസ കൊണ്ട് വേണം എനിക്ക് ജീവിക്കാനായിട്ട്. നിങ്ങൾ എന്ത് വർത്താനമാണ് പറഞ്ഞത്? ഈ മേലാൽ എൻ്റെ ഓയിലിനായിട്ട് എന്നെ ബുക്ക് ചെയ്യുകയും ചെയ്യരുത്. എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി, എനിക്കൊരു ഇത്. അതുകൊണ്ട് ഞാനങ്ങ് പറയുക കേട്ടോ. ഇനി അതൊക്കെ പോട്ടെ. പിന്നെ ഞാൻ അത്രയും ഒരു ഇതായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഞാൻ പൊട്ടിത്തെറിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ബാക്കിയുള്ളവരെല്ലാം ക്ഷമിക്കുക കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ വന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മുടെ ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, പിന്നെ ആരും വെയിലത്ത്. പക്ഷേ ഇപ്പോൾ ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഇനി ഒക്ടോബർ, ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിൽ വരൾച്ച, ഒരു ഡ്രൈനസ് വരുന്ന. എത്ര മുഖം സോഫ്റ്റ് ആയിട്ടിരുന്നാലും, നല്ല ഓയിലി ആയിട്ട് തോന്നിയാലും, നല്ല ഗ്ലോ ഉള്ളതായിട്ടിരുന്നാലും, നമ്മുടെ ഇനി അങ്ങോട്ടുള്ള പായ്ക്കുകളും ഫേഷ്യലും എല്ലാം നമ്മൾ ഈ ഒരു മാസങ്ങളെ, അതായത് നമ്മുടെ മുഖത്തിന് ഏറ്റവും കൂടുതൽ ഒരു ഗ്ലോ ഒക്കെ പോയി ഒരു ചില തൈറോയിഡ് ഉള്ളവരുടെ സ്കിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് ഒത്തിരി പേരുടെ സ്കിൻ അറിയാം, അതുകൊണ്ട് ഞാൻ പറയുക. ചില തൈറോയിഡ് ഉള്ളവരുടെ എപ്പോഴും അവരുടെ സ്കിന്നും കയ്യും എല്ലാം ഇങ്ങനെ ഒരുമാതിരി വരണ്ടിരിക്കും. അത് അവർ കഴിക്കുന്ന മരുന്നിൻ്റെയും അവരുടെ ആ പ്രശ്നങ്ങൾ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന. പക്ഷെ അതുപോലെ ഇരിക്കും നമ്മുടെ ഈ 3 മാസം നമ്മൾ നമ്മുടെ സ്കിന്നിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അതായത് ഇപ്പം ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസം പകൽ മുഴുവൻ നല്ല വെയിലും. അപ്പോൾ ഈ മൂന്ന് മാസങ്ങളെ നമ്മുടെ സ്കിന്നിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള പായ്ക്കുകളും ഫേഷ്യലുകളും ഒക്കെ ആയിരിക്കും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിന് നന്നായിട്ട് നമ്മൾ ഇത്രയും നാൾ ചെയ്ത് നമ്മുടെ മുഖത്തിനെ ഗ്ലോ ആക്കി വെച്ചേക്കുന്ന എല്ലാം പോകും. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ വെയിലത്തോട്ട് നമുക്ക് എന്തായാലും ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല, എവിടെയെങ്കിലും വെളിയിലോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ, അതായത് രാവിലെ കുറച്ച് തണുപ്പ്, ഉച്ച മുതൽ അങ്ങോട്ട് ഭയങ്കര വെയിൽ, ഇതൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് നേരിട്ടടിക്കുമ്പോഴത്തേനും ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി വരണ്ട് സ്കിന്നൊക്കെ ഈ ഗ്ലോ എല്ലാം അങ്ങ് മാറും, സ്കിന്നിനെ അതുപോലെ വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഓയിൽ രാവിലെയും വൈകിട്ടും, അതായത് ഒരു 8 മണിക്ക് മുമ്പും വൈകുന്നേരം ഒരു 5:30-ക്ക് ശേഷവും നല്ലതുപോലെ ഓയിൽ തേച്ച്, ഞാനിപ്പോൾ തേച്ചുകൊണ്ട് പറയാം, കുറച്ച് തിരക്കാം, അതുകൊണ്ട് നല്ലപോലെ ഓയിൽ തേച്ച് ആദ്യമേ ഇങ്ങനെയൊന്നും നമുക്ക് തേച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ അങ്ങ് തേച്ചോ കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഓയിൽ കുറച്ചെടുത്താൽ മതി. നല്ല പോലെ മസാജ് ചെയ്യണം. ആദ്യത്തെ 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. സ്കിന്നിനൊരു ബ്ലഡ് സർക്കുലേഷനും കൂടെ കൂട്ടണം, എങ്കിലാണ് നമ്മുടെ സ്കിന്നിലെ കരിമംഗല്യം മാറുന്നത്. അതായത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, കവള് ഇച്ചിരി ഉള്ളവർ, അതായത് എൻ്റെ മുഖം പോലെ ഇച്ചിരി കവളൊക്കെ ഉള്ളവർ ഇങ്ങനെ ഒരു രീതിയിലേ മസാജ് ചെയ്യാവുള്ളൂ. എപ്പോഴും കണ്ണിൻ്റെ താഴത്തെ, ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറയുക, ഇവിടെ ഒരു റൗണ്ട് മസാജിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു 5 പ്രാവശ്യം മസാജ് ചെയ്യണം. റൗണ്ട് മസാജിനോടൊപ്പം തന്നെ നെറ്റിയിൽ വരകൾ വീഴാതിരിക്കാനായിട്ട്. ഇന്നലെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശുഭ ഞാനത് കാണുന്നില്ല, ഒന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെറ്റിയിൽ വരകൾ വീഴാതിരിക്കാനായിട്ട് സാധാ പോലെ മുഖം ഇങ്ങനെ ഒന്നും പിടിക്കാതെ സാധാ പോലെ നമ്മുടെ മുഖം വെച്ചിട്ട് ഇങ്ങനെ ഈ വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചിങ്ങനെ ഒന്ന് നിർത്തണം കേട്ടോ. അങ്ങനെയുള്ള മസാജ് നെറ്റിയിൽ കുറേ പ്രാവശ്യം
കുറേ ഒരു നിങ്ങൾക്ക് ടൈം ഉള്ളതുപോലെ നിങ്ങളത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു നിർത്തി അവിടെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വിടുക. അപ്പം ആ ഒരു മസാജ് മസ്റ്റായിട്ട് ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ കണ്ണിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള റൗണ്ട് മസാജ് കൊടുക്കാം. ഇത് കണ്ണിൻ്റെ ഇവിടെയും നമുക്ക് ഓയിൽ തേക്കാം, ഇവിടെയും ഓയിൽ തേക്കാം. ഈ മോതിരവിരൽ കൊണ്ട് ഇങ്ങനെ ഒരു 10 പ്രാവശ്യം മസാജ് കൊടുക്കുക. നമ്മുടെ കണ്ണിന് താഴത്തെ ഈ ചുളിവുകളൊക്കെ മാറാനും, നമ്മുടെ കണ്ണിനടിയിലാണ് ഏറ്റവും പെട്ടെന്ന് ചുളിവുകൾ വരുന്നത്. പിന്നെ അതേ ചുണ്ടിൻ്റെ ഇവിടെ ഇപ്പോൾ എനിക്കൊക്കെ ഇപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നന്നായിട്ട് ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മസാജ് ചെയ്ത് കൊടുത്താൽ മതി, ഒത്തിരി അതിൽ നിന്നൊക്കെ മാറിക്കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ ഈ നല്ല സൂപ്പർ ഓയിലും കൂടെ ഉള്ളതും കൊണ്ട് ഓയിലിട്ട് മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ തന്നെ പറയുന്നില്ല എപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നില്ലേ നമ്മുടെ ഓയിലിൻ്റെ ഗുണം, എൻ്റെ അടുത്തോട്ട് വന്നേച്ചാൽ പറയുന്നത് എല്ലാവരും. അപ്പോൾ ഇങ്ങനത്തെ മസാജ് കൊടുക്കുക. ഇങ്ങനത്തെ മസാജ് കൊടുത്തിട്ട് കണ്ണിൻ്റെ ഇവിടെ കണ്ണട, മിക്കവാറും കണ്ണട എല്ലാവരും ഇപ്പോഴത്തെ കൊച്ചു പിള്ളേരടക്കം എല്ലാവർക്കും കണ്ണട വെക്കേണ്ട. ഇത് IT ഫീൽഡിലുള്ളവർ അറിയാമല്ലോ, മൊബൈൽ യൂസും. അപ്പോൾ ഇത് ഈ കണ്ണട വെക്കുന്നിടത്ത് നമുക്ക് കാലക്രമേണ കറുപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു മസാജ് നമ്മൾ കൊടുക്കുക. അത് ഇങ്ങനെ ഈ വിരലും കൊണ്ട് തന്നെ ഒത്തിരി പ്രഷർ കൊടുക്കാതെ ഈ ഒരു മസാജ് കൊടുക്കുക. കണ്ണിൻ്റെ ഇവിടെ ഈ കണ്ണട വെച്ച കറുപ്പ് നിശേഷം മാറും. പിന്നെ ഈ മൂക്കിൻ്റെ ഇവിടെ മിക്കവരുടെ ഉള്ള ഒരു പ്രശ്നമാണ് മൂക്കിൻ്റെ ഇവിടുത്തെ വെട്ട്, അതിൻ്റെ അവിടെയും നല്ലപോലെ ഒന്ന് മസാജ് കൊടുക്കുക. ഇവിടെ മൂക്കിൻ്റെ 2 സൈഡിലും വരണ്ട് ഇങ്ങനെ 2 സൈഡിൽ കുറേ ആൾക്കാരുടെ ഉണ്ട് ഇങ്ങനെ ഈ 2 സൈഡിൽ. അപ്പോൾ ഓരോ അവയവങ്ങളെ എടുത്ത് മസാജ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ മസാജ് ഇവിടെ കൊടുത്ത് നിർത്തുക. എൻ്റെ തലയെ ഹെന്നാടെ പറ്റുന്നുണ്ട്. ഇങ്ങനെ മസാജ് കൊടുക്കുക, ഇങ്ങനെ മസാജ് കൊടുക്കണം. പിന്നെ നമ്മുടെ ഇവിടെ ലാഫിംഗ് ലൈൻസ് എന്ന് പറയും, ഇവിടെ ഇങ്ങനെ വരുന്നത് മാറാൻ നമ്മൾ ചുണ്ട് കൂട്ടി, നമ്മുടെ ചുണ്ടയിൽ ഓയിലിന് ഇത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ചുണ്ടിന് നല്ല കളർ വരുവേ ഉള്ളൂ, അല്ലാതെ യാതൊരു പ്രശ്നവുമില്ല. ചുണ്ടയിലും ഉണ്ട് നമ്മുടെ ഡെഡ് സെൽസും നമ്മുടെ ടാനും ഒക്കെ നമ്മുടെ ചുണ്ടയിലും ഉണ്ട്. അപ്പം ഇങ്ങനത്തെ മസാജ് ഇങ്ങനെ മസാജ് കൊടുക്കുക. പിന്നെ കവളൊട്ടും ഇല്ലാത്തവരാണ് നമ്മുടെ ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ റൗണ്ട് മസാജ് കൊടുക്കാം കേട്ടോ. അങ്ങനെ റൗണ്ട് മസാജ് കൊടുക്കാം. പിന്നെ നമ്മുടെ നെറ്റിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലത്തെ മസാജ് കൊടുക്കാം. നെറ്റിയ വരകളൊക്കെ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലത്തെ മസാജ് കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ കഴുത്തെ മസ്റ്റായിട്ട് തേക്കണം കേട്ടോ. കഴുത്തിൻ്റെ 2 സൈഡിലും കഴുത്തെ നല്ല പോലെ മസാജ് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ മസാജ് കൊടുക്കണേ, ഇങ്ങനത്തെ മസാജ് കൊടുക്കണം. കഴുത്തിൻ്റെ ബാക്കിലും നമ്മളിത് ഇവിടെ നമ്മുടെ ടാൻ അടിക്കുന്നിടമില്ലേ, നമ്മുടെ വെയിൽ കൊള്ളുന്നിടം, അവിടെയൊക്കെ നമുക്ക് നല്ലപോലെ ഓയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് പയറുപൊടി ഇട്ട് നമ്മൾ കഴുകി കളയണം. പിന്നെ പയറുപൊടി എവിടെ കിട്ടും, വാങ്ങിക്കുന്ന പയറുപൊടിയാണോ, ഇങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ വരും. എന്തിനാ, നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനമല്ലേ പയർ, അതിൽ കുറച്ചെടുത്ത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തട്ടെ, ഇത്രയൊക്കെ. പിന്നെ ഇത് തന്നെയാണ് സംശയങ്ങൾ, ഒത്തിരി പേര് ചോദിക്കുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള സംശയങ്ങളാണ് ഒത്തിരി പേര് ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴാണ് തേക്കേണ്ട സമയം ചോദിക്കുന്നുണ്ട്, എന്തിട്ടാണ് കഴുകി കളയേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഫേസ് വാഷോ സോപ്പുകളോ ബേബി സോപ്പോ ഒക്കെ ഇട്ട് കഴുകി കളയാവുമെന്ന് ചോദിക്കുന്നുണ്ട്. ഫേസ് വാഷ് വേണ്ട, എത്ര നല്ല ഫേസ് വാഷ് ആണെങ്കിലും നമ്മുടെ ഓയിൽ തേച്ചിട്ട് ഫേസ് വാഷ് ഇട്ട് കഴുകല്ലേ. നമുക്ക് പയറുപൊടി മണ്ടല്ലോ, നല്ല ശുദ്ധമായ പയറുപൊടി, പിന്നെ എന്നാ കുഴപ്പം. അപ്പം പിന്നെ ഓയിലി സ്കിന്നുള്ളവർ, കുരുവും കാര്യമൊക്കെ ഓയിൽ തേച്ചാൽ വരും എന്നുള്ളവർ കടലമാവിട്ട് തന്നെ കഴുകി കളയണം. പിന്നെന്താ ഓയിലിനെ പറ്റി ചോദിക്കുന്നത്. പിന്നെ ഇതുപോലെ ഓയിൽ അങ്ങോട്ട് ഇട്ട് തന്നെ ഉടനെ ഇത് എത്ര ദിവസം കൊണ്ട് കിട്ടും എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അത് എന്തായാലും നിങ്ങളുടെ ഓയിൽ ഞാൻ വിടും. ഇപ്പം ആദ്യമൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആദ്യത്തെ സമയങ്ങളിൽ നിങ്ങളിട്ട് അപ്പോൾ തന്നെ ഞാൻ അങ്ങ് വരുവല്ലായിരുന്നോ. ഇപ്പോൾ അതിൻ്റേതായ ചില കൂടുതൽ ഓയിൽ വരുമ്പോൾ കൂടുതൽ ജോലിയുണ്ട്, കൂടുതൽ പണിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക, അല്ലാതെ ഈ വേണ്ടാതീനം പറഞ്ഞു വരല്ലേ. എനിക്കത് മാത്രം കേൾക്കാനുള്ള കെൽപ്പില്ല. അതുകൊണ്ട് എല്ലാവരും നമ്മളോട് ഇതായിട്ട് തന്നെ പോകണം. ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അവരുടെ കാര്യം ഞാൻ ഇതിനകത്ത് പറഞ്ഞത് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. എനിക്ക് ഒരുപാട് മാനസിക ഇതായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കാര്യം എല്ലാവരുടെ അടുത്തും പറഞ്ഞത്. അപ്പം ആരും എൻ്റെ അടുത്ത് ഇന്ന് വരെ ഈ ഓയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ എന്നാ ശുഭയെ പിന്നെ ശുഭ പറയുന്നില്ലേ വീഡിയോയിൽ, ആരുടെയെങ്കിലും മിസ്സായി പോയേണ്ട അറിയിക്കണേ, അതുകൊണ്ട് ഞാൻ അറിയിച്ചതാകട്ടോ. അത് കേൾക്കുമ്പോൾ അങ്ങനെ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത്, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പം തന്നെ ഞാൻ എഴുതും. പക്ഷേ ഈ ഒരു വാക്ക് തട്ടിപ്പാണോ ഇത്, പിന്നെ നിങ്ങളുടെ തട്ടിയെടുത്തിട്ട് വേണ്ട എനിക്കങ്ങ് ജീവിക്കാനായിട്ട്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ വീഡിയോയിലായതും കൊണ്ട് കേട്ടോ. അത്രയ്ക്ക് അവർക്ക് ഞാൻ വാട്സപ്പിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരങ്ങ് അയ്യോ ശുഭയോ അങ്ങനെയോ ശുഭയോ അങ്ങനെയാനും അതുപോലെ വിശ്വാസമായിട്ടില്ല, ശുഭയുടെ ഓയിൽ ഞാൻ മേടിച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങ് പറയുക. പിന്നെ അതുകൊണ്ട് പോട്ടെ, ഈ ഒരെണ്ണം കൂടെ അങ്ങ് വരാറായിട്ടുണ്ട്, അതുകൊണ്ട് അതങ്ങ് പോട്ടെ. അല്ലെങ്കിൽ നീ അങ്ങ് ഇട്ട് തരാമെന്ന് തന്നെ ഞാൻ കരുതിയായിരുന്നത്, സത്യം ഞാൻ പറയാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് സംശയങ്ങളെല്ലാം തീർന്നെന്നാണ് എനിക്ക് ഇതിനകത്ത് എല്ലാ സംശയങ്ങളും നിങ്ങളുടെ
മാറി കാണും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്, ഇന്ന് വൈകിട്ട് ഇനി വീഡിയോ ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നാളെ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.